വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ S1 BCom എക്സാമിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സബ്ജക്റ്റിലെ മോട്ടിവേഷൻ ഏരിയ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നോക്കാം. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ദെയർ ഗോൾസ്. It is an inner state that energizes and direct one's behavior towards goals. അപ്പോൾ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ഗോൾ അറ്റൈൻ ചെയ്യാൻ പാകത്തിന് പ്രേരിപ്പിച്ചെടുക്കുന്നു. ഒരു ഇന്ന കാര്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ. അയാളെ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു പ്രചോദനം കൊടുക്കുക. കാരണം ദാറ്റ് മീൻസ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സെൽഫായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ട്. അതിലുപരി മറ്റൊരാൾ, ഒരു പുറത്തുനിന്നുള്ള ഒരാള് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഫാക്ടർ, എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്തുണ്ടാവുന്നു, ഈ കാര്യം ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മോട്ടിവേഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബിസിനസിന്റെ ഗോൾസ് അറ്റൈൻ ചെയ്തെടുക്കാൻ എംപ്ലോയീസിന് എന്ത് വേണം, മോട്ടിവേഷൻ വേണം. അതുകൊണ്ടാണ് ഇവിടെ മോട്ടിവേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പൊ അത്തരത്തിലുള്ള ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരു ബിസിനസിന്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ റെലവെന്റ് ആണ്. അപ്പോൾ മോട്ടിവേഷൻ പഠിക്കാതെ നമ്മൾ എക്സാമിന് പോകണ്ട. മോട്ടിവേഷൻ പഠിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് 5 മാർക്സ് എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മോട്ടിവേഷന്റെ ഡെഫിനിഷൻ പഠിക്കുക. നമ്മൾ മോട്ടിവേഷൻ ഡെഫിനിഷനിൽ പറയുന്നു, ഇറ്റ്സ് എ പ്രോസസ്സ്. ഇതൊരു പ്രോസസ് ആണെന്ന് പറയുന്നത്. എങ്ങനത്തെ പ്രോസസ് ആണ്? സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് കൊടുക്കുന്നത്? ടു അക്കംപ്ലിഷ് ദെയർ ഗോൾസ്. അവരുടെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ഇന്നർ ഫീലിംഗ് ആണ്. നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നണം അല്ലെ, ഇന്ന കാര്യം ഇന്ന ടൈമിൽ അക്കംപ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരാളുടെ ഒരു സെൽഫായിട്ട് തോന്നേണ്ട ഒരു ഇന്നർ ഫീലിംഗും കൂടെയാണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഇന്റേണലി ഉള്ള അല്ലെങ്കിൽ ഒരു ഇന്നർ ഫീലിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് മാത്രമല്ല, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുകയും ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ പാകത്തിന് എംപ്ലോയീസ് മോട്ടിവേറ്റ് ആവണമെങ്കിൽ ഇത് ഇന്ന് മോട്ടിവേറ്റ് ചെയ്തു, നാളെ മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മാത്രം മോട്ടിവേഷൻ, അടുത്ത ടാസ്കിന് മോട്ടിവേഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, എംപ്ലോയീസ് ഒക്കെ ഡീമോട്ടിവേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. ഇത് പിന്നെ ഒരു ഇന്റേണൽ ഫീലിംഗ് ആണെന്ന് നമ്മൾ പറയുന്നു. മോട്ടിവേഷൻ ജനറേറ്റ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. അപ്പൊ ഈ മോട്ടിവേഷൻ ചെയ്യുന്നത് വഴി ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവാൻ. എന്താണ് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാലേ, ഒരു കൂട്ടം ലക്ഷ്യങ്ങളുണ്ട്, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മോട്ടിവേഷൻ വഴി ഉണ്ടാവും. അതായത് ഒരു ബിസിനസിന്റെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അത് അറ്റൈൻ ചെയ്തെടുക്കാൻ ഒരു കൂട്ടം എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം പേഴ്സൺസിന്റെ സഹായം ആവശ്യമാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്തെടുത്ത് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ കാര്യം അക്കംപ്ലിഷ് ചെയ്യിപ്പിച്ചെടുത്താൽ മാത്രമേ ബിസിനസ്സിന് സക്സസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ മോട്ടിവേഷൻ ഈസ് പാർട്ട്ലി ലോജിക്കൽ ആൻഡ് പാർട്ട്ലി ഇമോഷണൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം, മോട്ടിവേഷൻ ഈസ് ബോത്ത് ലോജിക്കൽ ആൻഡ് ഇമോഷണൽ ആക്ടിവിറ്റി ആണെന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ മോട്ടിവേഷൻ 2 തരത്തിലാവാം. പോസിറ്റീവ് മോട്ടിവേഷനും ആവാം, നെഗറ്റീവും ആവാം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാനും എന്ത് ചെയ്യാൻ പറ്റും, അത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മോട്ടിവേഷൻ എന്താണെന്നുള്ള മീനിങ് പഠിക്കുക. 2 മാർക്സിനെ പ്രതീക്ഷിക്കണം നമ്മളത്. ഫീച്ചേഴ്സ് പഠിക്കുക, 5 മാർക്സിന് പ്രതീക്ഷിക്കണം. ഓക്കെ, അതല്ല ചിലപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് തന്നെ 2 മാർക്കിനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത് ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. വെറുതെ മോട്ടിവേഷനും ഫീച്ചറും മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്കത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ടൈപ്സ് ഓഫ് മോട്ടിവേഷനിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ മൊത്തത്തിൽ 5 മാർക്സും ചോദിക്കാം. ഫസ്റ്റ് പറയുന്നത്
ഇൻസെന്റീവ് മോട്ടിവേഷൻ. ഫസ്റ്റ് ഏതാണ്? ഇൻസെന്റീവ് മോട്ടിവേഷൻ. എന്താണ് ഇൻസെന്റീവ് മോട്ടിവേഷൻ? The organization motivates employees by providing rewards depending on their performance. അതായത് ഒരു ഇൻസെന്റീവ് ഓഫർ ചെയ്തുകൊണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ ബേസിൽ ഒരു റിവാർഡ് ഓഫർ ചെയ്തുകൊണ്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ഒരു ഓർഗനൈസേഷന് പറ്റും. അതായത് ഇന്ന കാര്യം ചെയ്താൽ ഇത്രയും രൂപ റിവാർഡ് തരും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എംപ്ലോയീസ് എന്തായി? അവരെ മോട്ടിവേറ്റഡ് ആയി ആ കാര്യം ചെയ്യുന്നത്. അതായത് ഒരു ഇൻസെന്റീവ് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് മോട്ടിവേറ്റഡ് ആകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെന്റീവ് മോട്ടിവേഷൻ. അപ്പൊ മോട്ടിവേഷന്റെ ഫസ്റ്റ് ടൈപ്പ് എന്താണ്? മറക്കരുത്, ഇൻസെന്റീവ് മോട്ടിവേഷൻ. ഇൻസെന്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്താണ്? ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ കിട്ടുന്നു, അതാണ് ഇൻസെന്റീവ് മോട്ടിവേഷൻ. അപ്പൊ അങ്ങനെ കിട്ടും എന്നുള്ളൊരു ധാരണ ഒരു എംപ്ലോയീസിനുള്ളിൽ എന്തുണ്ടാക്കും? മോട്ടിവേഷൻ ഉണ്ടാക്കും. ഓക്കെ, അടുത്ത ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഇൻസെന്റീവ് കഴിഞ്ഞ അടുത്ത ടൈപ്പ് ഏതാണ്? അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഈസ് ടിപ്പിക്കലി എ സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് എ പ്രോസസ് ഓറിയന്റഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ്, അല്ലെ? അത് മാത്രമല്ല, ഇതൊരു എന്താണ്? പ്രോസസ് ഓറിയന്റഡ് ആണ്. അതായത് മോട്ടിവേഷൻ ഫോക്കസസ് ഓൺ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആൻഡ് നോട്ട് ഓൺലി ദ റിവാർഡ്. അതായത് നമ്മൾ കഴിഞ്ഞ ടൈപ്പിൽ ഇൻസെന്റീവിൽ പറഞ്ഞു അവിടെ ഒരു റിവാർഡ് ഓഫർ ചെയ്യുമ്പോൾ എംപ്ലോയീസ് എന്താവുന്നു പറഞ്ഞു? മോട്ടിവേറ്റഡ് ആവുന്നു. അച്ചീവ്മെന്റ് മോട്ടിവേഷനിൽ ഇവിടെ റിവാർഡ് മാത്രമല്ല, ഒരു റിവാർഡ് കൊടുക്കാന്ന് പറയുമ്പോൾ മാത്രമല്ല എംപ്ലോയീസ് എന്താവുന്നത്? മോട്ടിവേറ്റഡ് ആകുന്നത്. അവർക്ക് ഇപ്പോൾ എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അത് കംപ്ലീറ്റ് ചെയ്താൽ അത് എൻ്റെ അച്ചീവ്മെന്റ് ആണ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് വന്ന് അവിടെ രണ്ടും വരുന്നുണ്ട്, റിവാർഡും വരുന്നുണ്ട്. പക്ഷെ റിവാർഡിനെക്കാളും കൂടുതൽ അവിടെ അച്ചീവ്മെന്റ് എന്നുള്ളൊരു എലമെന്റ് ആണ് വരുന്നത്. അപ്പൊ സ്വയം അത്തരത്തിൽ മോട്ടിവേറ്റ് ആയി വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻസെന്റീവ് മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആൻഡ് ഫിയർ മോട്ടിവേഷൻ. അടുത്ത് നമ്മൾ മൂന്നാമത് പറയുന്നു ഫിയർ മോട്ടിവേഷൻ. എന്താണെന്ന് നോക്കാം. There is an accountability while setting up goals and achievements. അപ്പോൾ ഒരു ഗോൾസും ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ട്? കുറെ ഗോൾസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അറ്റൈൻ ചെയ്യാൻ, അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ അതോറിറ്റി കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ദിസ് അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ്സ് എ ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ഫോക്കസ്ഡ് ഓൺ ദെയർ ഗോൾ ആൻഡ് അച്ചീവ്മെന്റ്സ്. അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ കുറച്ച് ടാസ്ക് അതിന്റെ എംപ്ലോയീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഞാനിത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു ചിന്ത വരൂലേ? ആ ചിന്ത അവരെ ഉള്ളിൽ എന്തായിട്ട്? ഒരു ഭയമായിട്ട് മാറുന്നു. അതായത് ഇന്ന ഡേറ്റിനുള്ളിൽ ഇത് എന്ത് ചെയ്തേ പറ്റുള്ളൂ? കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാമെന്ന് ഏറ്റതാണ്, എൻ്റെ ആര് പറഞ്ഞതാണ്, എൻ്റെ സുപ്പീരിയർ പറഞ്ഞതാണ്, എൻ്റെ ഓഫീസർ പറഞ്ഞതാണ്, അപ്പൊ അങ്ങനെ എനിക്കിത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷനെയാണ് ഫിയർ മോട്ടിവേഷൻ. അതായത് പേടി കൊണ്ടുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ. എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതായത് ഞാൻ ഇത് ചെയ്യാൻ അക്കൗണ്ടബിൾ ആണ്, ബാധ്യസ്ഥനാണ് എന്നുള്ള തോന്നലിൽ നിന്നുണ്ടാകുന്ന മോട്ടിവേഷനെ ഫിയർ മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ 3 മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാണ്, പേര് മറക്കാതിരിക്കാനാണ് പറയുന്നത്. ഇൻസെന്റീവ് മോട്ടിവേഷൻ, പിന്നെ ഏത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഫിയർ മോട്ടിവേഷൻ ആൻഡ് നെക്സ്റ്റ് പവർ മോട്ടിവേഷൻ. എന്താണ് പവർ മോട്ടിവേഷൻ നോക്കാം. ദ ടേം വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ പവർ മോട്ടിവേഷൻ പറയുമ്പോൾ നമ്മൾ ഒരു ടേം പറയുന്നു. ആ ഗ്രേറ്റ് പവർ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ? ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അതായത് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും എന്ന് പറയുന്നു? പവർ കൂടുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പോൾ ഗ്രേറ്റ് പവർ, ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റിന്ന് എന്ത് വരുന്നുണ്ട്? ആ ഗ്രേറ്റ് പവർ വരുന്നുണ്ട്. ആ ഒരു പവറിൽ നിന്നുണ്ടാകുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? പവർ മോട്ടിവേഷൻ. അതായത് they inspire their followers to overcome challenges and help to organize their work and assumes it is their responsibility to lead others. അതായത് ഇപ്പോ ഒരു എംപ്ലോയിക്ക് എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള പവർ ഉണ്ട്, അത് ചെയ്യുന്നത് വഴി എനിക്ക് ബാക്കിയുള്ളവരെ ലീഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഞാനാണ് അവിടുത്തെ മെയിൻ എന്നുള്ളൊരു പവർ വരും. ആ ഒരു പവർ മെന്റാലിറ്റിയിൽ നിന്നുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഈസ് അഫിലിയേഷൻ മോട്ടിവേഷൻ.
എന്താണ് അഫിലിയേഷൻ മോട്ടിവേഷൻ? ഇൻ അഫിലിയേഷൻ മോട്ടിവേഷൻ ദ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് ഒരു അഫിലിയേഷൻ, ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോ സപ്പോസ് നമ്മുടെ കോ വർക്കേഴ്സ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കും നമുക്കും ഒരുപോലത്തെ ടാസ്ക് കിട്ടി, അവരത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, അത് കാണുമ്പോൾ നമുക്കും അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ അവരെ കൂടെ നിന്നുണ്ടാകുന്ന കമ്മിറ്റ്മെന്റിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അഫിലിയേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണ് എന്തെന്ന് പറയുന്നത്? അഫിലിയേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷന്റെ ടൈപ്പ് പഠിക്കുക, ഫീച്ചേഴ്സ് പഠിക്കുക, മോട്ടിവേഷൻ എന്താണെന്ന് പഠിക്കുക. ഷുവർ ആണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.